ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഉമാ കണ്ണൻ വേൾഡ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചട്നി അല്ലെങ്കിൽ ചമ്മന്തി എന്ന് പറയാം. അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് ക്യാബേജ് വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട എന്തൊക്കെയാ സാധനങ്ങൾ നോക്കാം. ഞാനിവിടെ ഒരു കപ്പ് ക്യാബേജ് എടുത്തിട്ടുണ്ട്. നല്ലോണം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഉഴുന്ന് പരിപ്പ്, അതൊരു 4 ടീസ്പൂൺ വേണം. പിന്നെ കപ്പലണ്ടി, അതൊരു 10-20 എണ്ണം എടുത്താൽ മതി. പിന്നെ ജിഞ്ചർ, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം. ടാമറിൻഡ്, പുളി ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട്. ഡ്രൈ ചില്ലി, ഉണക്കമുളക്, ഞാനിവിടെ 4 എണ്ണം എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവിന് അനുസൃതമായിട്ട് എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മല്ലിയില, പിന്നെ ഉപ്പ്. ഇത്രയുമാണ് നമുക്ക് ഈ ചട്നിക്ക് വേണ്ടത്. ആദ്യം നമുക്ക് മല്ലിയില ഒഴിച്ച് ഈ പ്ലേറ്റിൽ വെച്ചിരിക്കുന്ന എല്ലാം ഒന്ന് എണ്ണ ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഉഴുന്നും കപ്പലണ്ടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഉണക്കമുളകും ഇഞ്ചി, പുളി ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലോണം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ്സ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്താൽ മതി. നമ്മൾ ഫ്രൈ ചെയ്ത് അതിലേക്ക് ക്യാബേജ്, കട്ട് ചെയ്ത് വെച്ചിരുന്ന ക്യാബേജ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിട്ട് നമുക്കൊരു 5 മിനിറ്റ്സ് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 3 മിനിറ്റ്സ് ആയി. ഇനി ഒരു 2 മിനിറ്റ്സും കൂടെ നല്ലോണം ഒന്ന് ഈ ഉപ്പിട്ടയിലിരുന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ബൗളിലിട്ടിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ക്യാബേജ് എല്ലാം നല്ലോണം കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ബൗളിലിട്ടിട്ട് നമുക്ക് ചട്നിയുടെ അല്ലെങ്കിൽ ചമ്മന്തിയുടെ രൂപത്തിൽ നമുക്ക് ഒന്ന് മിക്സിയിലിട്ടിട്ട് ക്രഷ് ചെയ്ത് എടുത്തിട്ട് വരാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാബേജ് ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ താളിച്ചേക്കുന്നത് നമ്മളിത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്ത് കടുകിട്ട് ഉണക്കമുളകും കറിവേപ്പിലയുമാണ് ആഡ് ചെയ്തേക്കുന്നത്. നമ്മൾ സാധാരണ ചമ്മന്തിക്കും ചട്നിക്കൊക്കെ നമ്മൾ താളിക്കുന്ന പോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഈസിയാണ്. ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയും ചൂട് ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ചമ്മന്തിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതുപോലത്തുള്ള വെറൈറ്റി ആയിട്ടുള്ള ചട്നികളും ചമ്മന്തികളും ഒക്കെ ഞാൻ ഇനിയുള്ള റെസിപ്പീസിൽ ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും നോക്കണം. നോക്കിക്കഴിഞ്ഞിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. താങ്ക് യു ഫ്രണ്ട്സ്.